എല്ലാം മറന്ന് 10 വർഷക്കാലമായി പാർട്ടിക്ക് വേണ്ടി ഈ SFIക്കാരോടും DYFIക്കാരോടും അതുപോലെ പോലീസുകാരോടും എതിരിട്ട് അവരടിയും തുത്തും അവിടെ പീഡനങ്ങളും സഹിച്ച ലക്ഷോപലക്ഷം ആളുകളുടെ മാനസികമായ അവരുടെ വികാരത്തിനെതിരാണിത്. അപ്പോൾ സംഖ്യ വെക്കാൻ വേണ്ടിയല്ലല്ലോ 10 വർഷക്കാലം ഞങ്ങൾ കഷ്ടപ്പെട്ടത്. നോക്കൂ, ഇത് നമ്മുടെ മറ്റു പോസ്റ്റുകളെ പോലെയല്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 5 വർഷത്തെ നടക്കുന്ന തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ജുഡീഷ്യലായ അധികാരി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മാത്രവുമല്ല 2029 കേരളത്തിലെ 20 പാർലമെൻറ്റ് അത് 30 ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡീലിമിറ്റേഷൻ വരികയാണ്. ആ ഡീലിമിറ്റേഷൻ്റെ കൺവീനറായി സ്ഥിരാംഗമായി നിൽക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് നിയമമാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങൾ സ്വാഭാവികമായും 210 മാറുകയാണ്. അങ്ങനെ 210 220 ആയി മാറുമ്പോൾ അവിടെ ഡീലിമിറ്റേഷൻ നടക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ BJPക്ക് സീറ്റ് കിട്ടാൻ കാരണമെന്താ? ഈ അശാസ്ത്രീയമായ ഡീലിമിറ്റേഷനും അതിനനുകൂലമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടക്കണമെന്നാണോ നമ്മൾ ആലോചിക്കേണ്ടത്? അങ്ങനെ കേരളത്തിലെ അസംബ്ലിയിൽ ഇപ്പോൾ 3 എണ്ണമുള്ള BJPക്ക് അത് 30 എണ്ണമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകരുത് എന്ന് പാർട്ടിയോട് താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, പാർട്ടിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ ഈ കാര്യം നേരിട്ട് എൻ്റെ KPCC പ്രസിഡന്റിനെ അറിയിക്കുന്നത് എൻ്റെ ബാധ്യതയാണ് ഞാൻ കരുതുകയാണ്. ഈ വിഷയം മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കട്ടെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇക്കാര്യം അറിയിക്കേണ്ടത് KPCC പ്രസിഡന്റിനെയാണ്. ആ KPCC പ്രസിഡന്റ് അറിയിക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോടും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർക്കും ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയും, ഞാൻ കോഴിക്കോട് ജീവിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് ലോ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും ഒക്കെ കോഴിക്കോട് തളിയിലാണ്. അവിടെ ഞാൻ കൗൺസിലറായിരുന്ന ആളാണ്. കോഴിക്കോട് അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹം മജിസ്ട്രേറ്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് കോഴിക്കോട് കോടതിയിലാണ്. ഞാനും കോടതിയിലാണ്. ഒരിക്കൽ പോലും കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDF കോൺഗ്രസിന് അനുകൂലമായ തീരുമാനമെടുക്കാതെ എന്നും കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയ ആളാണ്. കഴിഞ്ഞ 15 വർഷമായി സംഘിയാണ്. തീവ്ര ഹിന്ദുത്വ നിലപാടുമായി ഏതെല്ലാം തരത്തിൽ നമ്മളെ എതിർക്കാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം 15 വർഷമായി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ്. എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അക്കരെയുള്ള ഒരു സംഘിയായ അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് CPM ആയ SFI ആയ ഒരു വ്യക്തിയെ എന്തിന് ഇതുപോലെ രാഷ്ട്രീയമായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തസ്തികയിലേക്ക് വെച്ചാൽ അത് UDFിനുണ്ടാകുന്ന കോൺഗ്രസിനുണ്ടാകുന്ന അപജയങ്ങൾ എത്രയാണ്? എല്ലാം മറന്ന് 10 വർഷക്കാലമായി പാർട്ടിക്ക് വേണ്ടി ഈ SFIക്കാരോടും DYFIക്കാരോടും അതുപോലെ പോലീസുകാരോടും എതിരിട്ട് അവരടിയും തുത്തും അവിടെ പീഡനങ്ങളും സഹിച്ച ലക്ഷോപലക്ഷം ആളുകളുടെ മാനസികമായ അവരുടെ വികാരത്തിനെതിരാണിത്. RSS ബന്ധമടക്കം അത്തരത്തിൽ സംഘപരിവാർ ബന്ധമടക്കം ആരോപിക്കുമ്പോഴും മന്ത്രി KM ഷാജി അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് നേരത്തെ സ്വീകരിച്ചത്. എനിക്കത് അറിഞ്ഞുകൂടാ. ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സുപ്രധാനമായ കാര്യത്തിൽ പാർട്ടി എന്ത് അന്വേഷണമാണ് നടത്തിയത്, പാർട്ടി ഏത് ഫോറത്തിലാണ് ഇത് ചർച്ച ചെയ്തത്, അത് ചർച്ച ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടി ഫോറം ഉണ്ടാക്കണം, ചർച്ച ചെയ്യണം. അദ്ദേഹത്തെ ആരോ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല ഒരു ഒരു ന്യായാധിപനെ വെക്കേണ്ട പോസ്റ്റല്ല. രാഷ്ട്രീയമായി യാതൊരു തരത്തിലും UDFിന് എതിരായ നിലപാടെടുക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ വെക്കണം. അല്ലാതെ ഏറ്റവും നല്ല ആൾ അയാൾ കോൺഗ്രസിനെതിരാണെങ്കിൽ അദ്ദേഹം സംഖ്യയാണെങ്കിൽ അദ്ദേഹത്തെ വെക്കാൻ പറ്റുമോ? അപ്പോൾ സംഖ്യയെ വെക്കാൻ വേണ്ടിയല്ലല്ലോ 10 വർഷക്കാലം ഞങ്ങൾ കഷ്ടപ്പെട്ടത്. സംഖ്യയെ വെക്കാനല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ആര് നടത്തിയാൽ തെറ്റുകൾ ചെയ്താലും അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മുമ്പിൽ, അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിക്ക് മുമ്പിലാണ് ഞാൻ പരാതി ഉന്നയിച്ചിട്ടുള്ളത്.